വെൽക്കം ടു CMR Learn Stuff. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ ലിറ്ററേച്ചേഴ്സ് ഫ്രം 1900 to 1945 പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. സോ നമുക്കറിയാം ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട്, അതായത് മേജർ റൈറ്റേഴ്സിനെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ വർക്കുകൾ എല്ലാം മനസ്സിലാക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൻ്റെ സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ അങ്ങനെയുള്ള എക്കണോമിക്കലായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും എല്ലാ സിറ്റുവേഷൻസും നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ഓരോ പേപ്പറിൻ്റെയും ആദ്യത്തെ ബ്ലോക്കിലായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിലൂടെയാണ് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക്, അതായത് റൈറ്റേഴ്സിലേക്ക് വരുമ്പോഴും അതുപോലെ അവരുടെ വർക്കുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും എത്രമാത്രം അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. സോ ആദ്യത്തെ ബ്ലോക്കിനകത്ത് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറയുന്നത് ജോർജിയൻ ആൻഡ് എഡ്വേർഡിയൻ പീരീഡിനെ കുറിച്ചാണ്. സോ ദ ജോർജിയൻ ആൻഡ് എഡ്വേർഡിയൻ പീരീഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരുപാട് ഇന്നോവേഷൻസ് ഒക്കെ നടന്നിട്ടുള്ള, ഒരുപാട് സോഷ്യൽ ചേഞ്ചസ് ഒക്കെ നടന്നിട്ടുള്ള ഒരു കുറച്ച് സമയമാണ്. 1714 മുതൽ 1910 വരെ നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ട് ജോർജിയൻ പീരീഡ് എന്നും എഡ്വേർഡിയൻ പീരീഡ് എന്നും ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ സമയത്തും അതിൻ്റേതായിട്ടുള്ള സാമൂഹികമായ പശ്ചാത്തലമുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള അവസ്ഥകളുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലുള്ള സാമൂഹിക മാറ്റങ്ങളെല്ലാം അന്നത്തെ സാഹിത്യകൃതികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ മനസ്സിലാക്കുന്നത്. സോ ആദ്യം പറയുന്നത് ദ ജോർജിയൻ എറ. ദ ജോർജിയൻ എറ ബിഗാൻ വെൻ കിങ് ജോർജ് I, എ ജർമ്മൻ ബോൺ മൊണാർക്ക്, ascended the throne in 1714. അപ്പോൾ അദ്ദേഹത്തിന് ജർമ്മൻകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ രാജാവിൻ്റെ അധികാരം കുറയുകയും പാർലമെൻറ്റിനും അതുപോലെ വിഗ്, ടോറി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടുതൽ അധികാരം വരികയും ചെയ്തു. അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം 1727 അദ്ദേഹത്തിൻ്റെ മകനായ ജോർജ് II അധികാരത്തിലേക്ക് വരികയും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ അത് കുറച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയത് ജോർജ് III. 60 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അമേരിക്കൻ റെവല്യൂഷൻ ഉണ്ടായി, ഫ്രഞ്ച് വിപ്ലവം നടന്നു. പിൽക്കാലത്ത് ഹി സഫേർഡ് ഫ്രം മെൻ്റൽ ഇൽനെസ്, സോ ഹിസ് സൺ റൂൾഡ് ആസ് പ്രിൻസ് റീജൻ്റായിട്ട് അത് കണ്ടിന്യൂ ചെയ്തു. ദെൻ ജോർജ് IV വാസ് നോൺ ഫോർ ഹിസ് എക്സ്ട്രാവാഗൻറ്റ് ലൈഫ് സ്റ്റൈൽ and patronage of the arts, and then he promoted the neoclassical architectural style. അപ്പോൾ അദ്ദേഹം കൂടുതലും കലകളോടുള്ള താല്പര്യം, അതുപോലെ ആഡംബര ജീവിതമൊക്കെ ആയിരുന്നു ജോർജ് IV ജീവിത രീതികൾ എന്ന് പറയുന്നത്. അതുപോലെ നിയോ ക്ലാസിക്കൽ ശൈലിയിലുള്ള വാസ്തുവിദ്യയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ജോർജിയൻ സൊസൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് ആർക്കിടെക്ചറാണ്. വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള സിമെട്രിക്കൽ നിയോ ക്ലാസിക്കൽ ബിൽഡിങ്സ് ഒക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതുപോലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഫാഷൻ തന്നെ തമ്മിൽ വ്യത്യസ്തമായിരുന്നു, അല്ലെങ്കിൽ മുന്നേയുള്ള കാലഘട്ടത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. സോ ഫാഷൻ സ്റ്റാർട്ടഡ് വിത്ത് അരിസ്റ്റോക്രസി ആൻഡ് സ്പ്രെഡ് ടു ദി മിഡിൽ ക്ലാസ്. ആദ്യം പ്രഭുക്കന്മാരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഫാഷൻ രീതികൾ പിന്നീട് മിഡിൽ ക്ലാസ്സിലേക്ക് എത്തുക, അവിടെ സ്പ്രെഡായി, പിന്നെ അങ്ങനെ അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഭാഗമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിക്കുന്നത്. ദിസ് പീരീഡ് ഓൾസോ സോ ദി ബിഗിനിങ് ഓഫ് ഫാക്ടറീസ്, ന്യൂ ഇൻവെൻഷൻസ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് ഫാക്ടറികളുടെയും അതുപോലെ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ തുടക്കം ഉണ്ടായത് ഈ ഒരു സമയത്താണ്. നെക്സ്റ്റ് വൺ ദ എഡ്വേർഡിയൻ ഇറ. എഡ്വേർഡ് VII രാജാവിൻ്റെ ഭരണകാലം ചെറിയൊരു കാലയളവാണെങ്കിലും ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പീരീഡാണ് ദ എഡ്വേർഡിയൻ ഇറ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഷിഫ്റ്റിംഗ് ക്ലാസ് സ്ട്രക്ചർ, അതായത് വ്യവസായികവൽക്കരണം കാരണം ശക്തമായ ഒരു മധ്യവർഗം രൂപപ്പെട്ടു. അപ്പോൾ ഈ ഒരു പുതിയ സമ്പന്നവർഗം പ്രഭുക്കന്മാരുടെ പഴയ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയും കൂടുതൽ അധികാരം ആവശ്യപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റൊരു മാറ്റമാണ് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. അതായത് വിക്ടോറിയൻ ഐഡിയാസ് എല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി സ്ത്രീകൾ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കുകയും, അതായത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായിട്ടുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ശക്തമാക്കുകയും ചെയ്തു. അതുപോലെ സ്ത്രീകൾ പൊതുജീവിതത്തിൽ കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങി. വോട്ടവകാശം, അതുപോലെ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രചരണങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഇനി പൊളിറ്റിക്സ് ആൻഡ് ഡിപ്ലോമസിയിലേക്ക് വരുന്ന സമയത്ത് എഡ്വേർഡ് VII കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഡിപ്ലോമസിയിലായിരുന്നു.
അതായത് അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യങ്ങൾ ഉണ്ടാക്കുകയും സമാധാനം നിലനിർത്താൻ ശ്രമിക്കുകയാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ജോർജിയൻ കാലഘട്ടം എന്ന് പറയുന്നത് സാമ്രാജ്യ നിർമ്മാണവും വാസ്തുവിദ്യ, രാഷ്ട്രീയം എന്നിവയിലൂടെ ആധുനികതയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ആധുനികതയിലേക്ക് ഒരു അടിത്തറ പാകി കഴിഞ്ഞപ്പോൾ, മോഡേൺ ഏജിലേക്കുള്ളൊരു അടിത്തറ പാകി കഴിഞ്ഞപ്പോൾ എഡ്വേർഡിയൻ കാലഘട്ടം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് സ്ട്രക്ചർ, അതുപോലെ ജെൻഡർ റോൾസ്, അങ്ങനെ ആ ഒരു രീതിയിലാണ് മോഡേൺ ഏജിലേക്കുള്ള ഒരു കാൽവയ്പ് അല്ലെങ്കിൽ ഒരു അടിത്തറ പാകിയത് അല്ലെങ്കിൽ സമൂഹത്തിനെ കാണിച്ചു തന്നത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു പാലം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു എഡ്വേർഡിയൻ കാലഘട്ടത്തിലും അതുപോലെ ജോർജിയൻ കാലഘട്ടത്തിലും വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദ ഐറിഷ് ക്വസ്റ്റ്യൻ. ഇറ്റ് റിഫേഴ്സ് ടു the long-lasting and complicated political problem between Britain and Ireland, especially during the Georgian and Edwardian periods and into the early 20th century. അതായത് ബ്രിട്ടനും അയർലൻഡും തമ്മിലുള്ള വളരെ കാലം നീണ്ടു നിന്നതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന് ഈ ഒരു ഐറിഷ് ക്വസ്റ്റ്യൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ജോർജിയൻ എഡ്വേർഡ് കാലഘട്ടത്തിലും 20th സെഞ്ച്വറിയുടെ തുടക്കത്തിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത്. ഇതിനൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എബൌട്ട് അയർലാൻഡ്സ് ഡിമാൻഡ് ഫോർ സെൽഫ് ഗവേണൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വയംഭരണവും സ്വാതന്ത്ര്യവും നേടാനുള്ള അയർലാൻഡിൻ്റെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാലം ഈ ഒരു പ്രശ്നം കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് 12th സെഞ്ച്വറി മുതൽ അയർലാൻഡ് ബ്രിട്ടീഷ് കൺട്രോളിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജോർജിയൻ എഡ്വേർഡിയൻ കാലഘട്ടത്തിൽ ഒരുപാട് മതപരവും സാംസ്കാരികവുമായിട്ടുള്ളൊരു അന്തരം ഉണ്ടായിരുന്നു. മാത്രമല്ല ഭൂരിഭാഗം ഐറിഷ് ജനതയും കാത്തോലിക്സാണ്. അതേസമയം ബ്രിട്ടീഷ് ഭരണാധികാരികളും പ്രത്യേകിച്ച് അൾസ്റ്ററിലെ പ്രൊട്ടസ്റ്റന്റ് ന്യൂനപക്ഷം ബ്രിട്ടനോട് വിശ്വസ്തരായിരുന്നു. അപ്പോൾ ഈ ഒരു മതവ്യത്യാസം ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ദ ഡിമാൻഡ് ഫോർ ഹോം റൂൾ. അതായത് 19th സെഞ്ച്വറിയുടെ അവസാനത്തിലും 20th സെഞ്ച്വറിയുടെ തുടക്കത്തിലും ഐറിഷ് നാഷണലിസം കുറച്ച് കൂടുതൽ സ്ട്രോങ് ആയി മാറി. അന്നത്തെ ലീഡേഴ്സായിട്ടുള്ള ചാൾസ് സ്റ്റുവേർട്ട് പാർണലും അതുപോലെ ഐറിഷ് പാർലമെൻ്ററി പാർട്ടിയും ഹോം റൂൾ എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഈ ഹോം റൂൾ പ്രകാരം അയർലാൻഡ് വുഡ് ഹാവ് ഇറ്റ്സ് ഓൺ പാർലമെൻറ്റ് ആൻഡ് മാനേജ് ഇറ്റ്സ് ഇൻറ്റേർണൽ അഫയേഴ്സ് ബട്ട് വുഡ് സ്റ്റിൽ റിമൈൻ പാർട്ട് ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം. അതായത് അയർലൻഡിന് സ്വന്തമായിട്ട് പാർലമെൻറ്റും ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ലഭിക്കും, എന്നാൽ അത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ട് തുടരുകയും ചെയ്തു. പക്ഷേ ഇതിന് ഒരുപാട് എതിർപ്പുകളുണ്ടായി. പ്രധാനമായും അൾസ്റ്ററിലെ പ്രൊട്ടസ്റ്റൻറ്റുകാരായ യൂണിയനിസ്റ്റുകൾ ഹോം റൂളിനെ കംപ്ലീറ്റ് ആയിട്ടും എതിർത്തു. ബ്രിട്ടനുമായിട്ടുള്ള സാമ്പത്തിക ബന്ധം നഷ്ടപ്പെടുമെന്നും കാത്തോലിക് ഭൂരിപക്ഷമുള്ള അയർലാൻഡിൽ തങ്ങൾക്ക് വിവേചനം നേരിടേണ്ടി വരുമെന്നും അവർ ഭയപ്പെട്ടു. അതായത് ഈ ഹോം റൂൾ എന്ന് പറയുന്ന ആശയം എന്താണ്? അയർലൻഡിന് ആ ഒരു ആശയപ്രകാരം അയർലൻഡിന് സ്വന്തമായിട്ട് പാർലമെൻറ്റ് ഉണ്ടാവും, ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശവും ലഭിക്കും, എന്നാൽ അത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്യും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെ ശക്തമായി എതിർത്തത് പ്രധാനമായും അൾസ്റ്ററിലെ പ്രൊട്ടസ്റ്റൻറ്റുകാരായ യൂണിയനിസ്റ്റുകളാണ്. ഇവർ ഇതിനെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്രിട്ടനുമായിട്ടുള്ള സാമ്പത്തിക ബന്ധം നഷ്ടപ്പെടുമെന്നും കാത്തോലിക് ഭൂരിപക്ഷമുള്ള അയർലാൻഡിൽ അവർക്ക് വിവേചനം നേരിടേണ്ടി വരുമെന്നും അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ഹോം റൂളിനെതിരെ അവർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നീട് 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചതോട് കൂടിയിട്ട് ഈ ഹോം റൂൾ പ്രശ്നം താൽക്കാലികമായിട്ട് മാറ്റിവെച്ചു. എന്നാൽ യുദ്ധം കുറച്ചുകൂടി അവിടുത്തെ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാക്കുകയാണ് ചെയ്തത്. 1916 ഈസ്റ്റ് റൈസിംഗ് മറ്റൊരു രീതിയിലൊരു വഴിത്തിരിവായി. അതായത് ഡബ്ലിനിൽ ഐറിഷ് ദേശീയവാദികൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തി. മാത്രമല്ല ഈ കലാപം നടത്തിയിട്ടുള്ള നേതാക്കളെ ബ്രിട്ടീഷ് സർക്കാർ വധിച്ചത് ഐറിഷ് ജനതയെ ബ്രിട്ടനെതിരെ കുറച്ച് കൂടുതലായിട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഐറിഷ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാൻ അവരെ കൂടുതൽ പിന്തുണ നൽകുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒരു സാഹചര്യത്തിലേക്ക് അത് വഴിമാറുകയും ചെയ്തു. 1916 ഈസ്റ്റ് റൈസിംഗ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അയർലൻഡിലെ ഡബ്ലിൻ നഗരത്തിൽ 1916 ഏപ്രിൽ 24 ഒരു ഈസ്റ്റ് തിങ്കളാഴ്ചയാണത് ആരംഭിച്ചിട്ടുള്ള ഒരു കലാപമാണ് ഈസ്റ്റ് റൈസിംഗ് എന്ന് പറയുന്നത്.
ഐറിഷ് റിപ്പബ്ലിക്കൻ ബ്രദർഹുഡും അതുപോലെ മറ്റ് ദേശീയ സംഘടനകളും ചേർന്ന് ഒരു സ്വതന്ത്ര ഐറിഷ് റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ ഈസ്റ്റർ റൈസിങ് ഇവിടെ മറക്കരുത്. 1916 ഈസ്റ്റർ റൈസിങ് സംഭവിക്കുന്നത്. ഐറിഷ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അയർലൻഡിലെ ഡബ്ലിൻ നഗരത്തിൽ 1916 ഏപ്രിൽ 24 ഒരു ഈസ്റ്റർ മൺഡേയാണ് ആരംഭിച്ച ഒരു സായുധ കലാപമാണ് ഈസ്റ്റർ റൈസിംഗ് എന്ന് പറയുന്നത്. ദിസ് ലെഡ് ടു ദ ഐറിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നീട് 1921 ഡിസംബറിലെ ആംഗ്ലോ ഐറിഷ് ട്രീറ്റിയോട് കൂടിയിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റി പ്രകാരം ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് രൂപീകരിക്കുകയും ഇതിന് സ്വയംഭരണം ലഭിച്ചെങ്കിലും അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു ഡൊമൈനിയനായിട്ട് തുടരുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രീറ്റിയോട് കൂടിയിട്ട് അയർലാൻഡ് വിഭജിക്കപ്പെടാനുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വടക്കൻ ഭാഗത്തുള്ള 6 കൗണ്ടികൾ വടക്കൻ അയർലാൻഡായിട്ട് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ട് തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 1921 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് അയർലൻഡ് ആക്ട് പ്രകാരമാണ് അയർലൻഡ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിട്ടുള്ള ദേശീയവാദികളും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ തുടരാൻ ആഗ്രഹിച്ച പ്രൊട്ടസ്റ്റൻ്റ് ഭൂരിപക്ഷമുള്ള വടക്കൻ കൗണ്ടികളുമാണ് തമ്മിലുള്ള ഒരു രാഷ്ട്രീയ സംഘർഷമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഭജനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. അതായത് അയർലാൻഡിൽ തന്നെ 2 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് കംപ്ലീറ്റ് ആയിട്ടും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം എന്നാഗ്രഹിച്ചിട്ടുള്ള ദേശീയവാദികൾ, മറ്റൊരു വിഭാഗം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ തുടരാൻ ആഗ്രഹിച്ചിട്ടുള്ള മറ്റൊരു വിഭാഗം. ഇവർ തമ്മിലാണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ വരുന്നത്. ഈ കൗണ്ടി എന്ന് പറയുന്നത് ഈസ് ആൻ ഒഫീഷ്യൽ ലാൻഡ് ഏരിയ ഇൻസൈഡ് എ സ്റ്റേറ്റ് ഓർ കൺട്രി. പക്ഷേ 1921 ഈ ഒരു ഐറിഷ് പ്രശ്നം അവിടെ അവസാനിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് പ്രോബ്ലംസ് പിന്നീട് അതിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. അതായത് വിഭജനം കാരണം പതിറ്റാണ്ടുകളായിട്ടുള്ള സംഘർഷങ്ങളും ഒരുപാട് ടെൻഷൻസും കോൺഫ്ലിക്ട്സുകളും ഒക്കെ അങ്ങനെ തന്നെ തുടർന്നു പോയി. മാത്രമല്ല വടക്കൻ അയർലാൻഡിലെ ദ ട്രബിൾസ് എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഇതൊരു ഐറിഷ് സംസ്കാരത്തിനെയും അതുപോലെ സമൂഹത്തെയും സാമ്പത്തികതയെയും ഒക്കെ ഒരുപാട് ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് തന്നെ വന്നിട്ടുള്ള 2 വിഭാഗങ്ങളായിട്ട് വേർതിരിഞ്ഞു പോയതൊക്കെ ഐറിഷ് സംസ്കാരത്തിൻ്റെയും സാമൂഹികമായ അവസ്ഥകളുടെയും സാമ്പത്തിക അവസ്ഥകളെയും ഒക്കെ ഒരുപാട് ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, അതുപോലെ തന്നെ ഈ വിഭജനവും ഇന്നും അയർലാൻഡിൻ്റെയും ബ്രിട്ടൻ്റെയും ചരിത്രത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഐറിഷ് പ്രശ്നം എന്ന് പറയുന്നത് ജോർജിയൻ എഡ്വേർഡിയൻ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ പശ്ചാത്തലങ്ങളിലെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എഡ്വേർഡിയൻ ആൻഡ് ജോർജിയൻ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയമായ മാറ്റങ്ങൾ എങ്ങനെയാണ് കാലഘട്ടത്തെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ നോക്കിയത്. അതിനകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ടോപ്പിക്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി നോക്കാവുന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.